അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഒരു സ്ത്രീക്ക് ഹജ്ജും ഉംറയും നിർബന്ധമാകുന്നതിനുള്ള ശുറൂത്തുകൾ, അതിൻ്റെ ഉപാധികൾ എന്താണ്? അത് മറ്റൊന്നുമല്ല, അവളുടെ കൂടെ ഭർത്താവോ മഹ്റമോ അല്ലെങ്കിൽ വിശ്വാസയോഗ്യരായ സ്ത്രീകളോ ഉണ്ടായിരിക്കണം. അതാണ് പ്രത്യേക ഉപാധി. വിവാഹബന്ധം ഹറാമായ പുരുഷനാണ് മഹ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശ്വാസയോഗ്യരായ സ്ത്രീകളുടെ കൂടെ അവരിൽ ആരെങ്കിലും മഹ്റം ഉണ്ടാവണമെന്ന നിബന്ധന ഇല്ലെന്നതാണ് പ്രബല അഭിപ്രായം. അപ്പോൾ ഭർത്താവോ മഹ്റമോ വിശ്വസ്തകളായ വനിതകളോ മുഖേന ശരീരത്തിന്റെ കാര്യത്തിൽ നിർഭയത്വമുണ്ടെങ്കിലേ സ്ത്രീക്ക് ഹജ്ജും ഉംറയും നിർബന്ധമാവുകയുള്ളൂ. അപ്പോൾ സ്വന്തം ജീവന്റെയും ശരീരത്തിന്റെയും മേലിൽ നിർഭയത്വം ഉണ്ടാകണം ഇവരുടെ കൂടെ ആണെങ്കിൽ പോലും. ഇനി വിശ്വസ്ത വനിതകൾ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എത്ര സ്ത്രീകൾ വേണം? വിശ്വസ്ത വനിതകൾ എന്നുകൊണ്ട് ഇവിടെ അവിശ്വാസിനികളും ദുർനടപ്പുകാരുമല്ലാത്തവരാണ്. മിനിമം 3 പേർ മതിയാകുന്നതാണ്. ഇനി ഒരു സ്ത്രീ ഹജ്ജിന് കഴിവ് ലഭിച്ചു, പക്ഷേ കൂടെ പോകേണ്ട മഹ്റമിനെയോ മറ്റോ കിട്ടിയില്ല. അങ്ങനെ അവൾ മരണപ്പെട്ടാൽ അവളുടെ അനന്തര സ്വത്ത് ഖളാ വീട്ടാൻ വേണ്ടി എടുക്കേണ്ടതുണ്ടോ എന്നാണ്. കാരണം ഹജ്ജ് അവരുടെ ബാധ്യതയിൽ സ്ഥിരപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട്. കാരണം ഹജ്ജ് ആരോഗ്യപരമായി കഴിവ് മാത്രം പോരല്ലോ, അവിടെ എത്താനുള്ള കഴിവ് കൂടി വേണം. അതുകൊണ്ട് അവളുടെ ബാധ്യതയിൽ സ്ഥിരപ്പെടാത്തത് കൊണ്ട് അവിടെ അനന്തര സ്വത്തിൽ നിന്ന് ഖളാ വീട്ടേണ്ടതില്ല. ഇനി വിശ്വസ്തരായ സ്ത്രീകളുടെ കൂടെ നിർഭയത്വമുണ്ടെങ്കിൽ ഹജ്ജിനും ഉംറയ്ക്കും യാത്ര ചെയ്ത സ്ത്രീകൾക്ക് അനുവദനീയമാണോ? ഒരു സ്ത്രീയേ ഉള്ളൂ, അങ്ങനെയാണെങ്കിൽ പറ്റുമോ? ഭർത്താവോ മഹ്റമോ വിശ്വസ്തയോഗ്യരായ 3-ൽ കുറയാത്ത സ്ത്രീകളെ മുഖേന നിർഭയത്വം പരിഗണിക്കുന്നത് സ്ത്രീക്ക് ഹജ്ജും ഉംറയും നിർബന്ധമാകുന്ന വിഷയത്തിലാണ്, അനുവദനീയമാകുന്ന വിഷയത്തിലല്ല. അപ്പോൾ ഒരു സ്ത്രീയുടെ കൂടെ തന്നെ നിർഭയത്വം ഉണ്ടായാൽ ഫർളായ ഹജ്ജിനോ ഉംറയ്ക്കോ യാത്ര ചെയ്ത സ്ത്രീക്ക് ജായിസാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ സ്ത്രീക്ക് അനുവദനീയമാണെന്ന് കുറിക്കുന്ന ഹദീസുകൾ ഈ വ്യാഖ്യാനത്തിന് പണ്ഡിതന്മാർ തെളിവ് നൽകിയിട്ടുണ്ട്. ഇനി വിശ്വസ്തരായ സ്ത്രീകളുടെ കൂടെ സുന്നത്തായ ഹജ്ജിനോ ഉംറയ്ക്കോ യാത്ര ചെയ്ത സ്ത്രീക്ക് പറ്റുമോ? നിർബന്ധമല്ലാത്ത അഥവാ സുന്നത്തായ ഹജ്ജിനോ ഉംറയ്ക്കു വേണ്ടി സ്ത്രീ യാത്ര ചെയ്യൽ അത് മറ്റ് സ്ത്രീകളുടെ കൂടെയാണെങ്കിലും ശരി, ഭർത്താവോ മഹ്റമോ കൂടെയില്ലെങ്കിൽ ഹറാമാണ് എന്നാണ് വിധി. അത് എത്ര ചെറിയ യാത്രയാണെങ്കിലും. അല്ലെങ്കിൽ അവർ വിരൂപിണിയാകട്ടെ, തന്നീമിൽ നിന്ന് ഉംറയ്ക്ക് വേണ്ടി സ്ത്രീ ഇപ്രകാരം ഇഹ്റാം ചെയ്യാൻ വേണ്ടി പോകുന്ന എല്ലാം ഹറാമായ ഇനത്തിലാണ് പെടുക. ഭർത്താവ് മഹ്റം ഇല്ലാത്ത സ്ത്രീ 12 മൈൽ പോലും യാത്ര ചെയ്യാൻ പാടില്ല എന്ന നിരോധം ഇമാം ശാഫി റളിയല്ലാഹു അൻഹു നിർബന്ധമല്ലാത്ത യാത്രയുടെ പേരിൽ ചുരുത്തിയിരിക്കുന്നു.